വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം സൈഡിലുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ഫുൾ എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പാർക്കാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയത്തെ കടുത്തുരുത്തിക്ക് സമീപമാണ് മാംഗോ മെഡോസ് എന്ന് പറയുന്ന ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 120 കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ പാർക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ തരത്തിലാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് മെയിൻ ഹൈലൈറ്റായി തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്കാണ് മാംഗോ മെഡോസ് എന്ന് പറയുന്നത്. ഏകദേശം 4000-ലേറെ ഇനം അപൂർവ മരങ്ങൾ ഇവിടെയുണ്ട്. സഞ്ചാരികൾക്കായി ഒരു ജൈവ ലോകത്തിൻ്റെ പറദീസാണിത്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ ഈ പാർക്കിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, നമുക്കെങ്ങനെ അടിപൊളിയായിട്ട് ഈ പാർക്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടച്ചതിന് ശേഷം അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് ഗൈഡായിട്ട് ഒരാളെ അവർ നമുക്ക് തരും. അവരാണ് നമ്മൾ ഫസ്റ്റ് ഈ പാർക്ക് ഫുള്ളൊന്ന് കൊണ്ട് കാണിക്കും. അതുപോലെ ഇതിനകത്ത് ഒരുപാട് മരങ്ങളൊക്കെ, അപൂർവയിനം മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ മരങ്ങളൊക്കെ കുറേ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തും. നമുക്കിപ്പോൾ ഒത്തിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇവർ അല്ലാതെ ഇങ്ങനെ അവരുടെ വണ്ടികളിൽ കയറി നമുക്ക് അവർ സർവീസ് നടത്തുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗൈഡ് കൊണ്ടുപോയത് ഇവിടെ ഒരു മീനൂട്ട് പാലം എന്ന് പറഞ്ഞൊരു പാലത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനാണ് അവർ ആദ്യം നമ്മളെ കൊണ്ടുപോയത്. വളരെ മനോഹരമായിട്ടാണ് ഈ പാലം അവർ കൺസ്ട്രക്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടാണ്. ഇവിടെ ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് നാടൻ കായൽ കാപ്പ് മത്സ്യങ്ങളാവും കേട്ടോ. നമ്മുടെ നാടൻ മത്സ്യങ്ങളായ കാരി, കുഴി, വരാറൊക്കെ ഉണ്ട് കേട്ടോ. കാപ്പ് മത്സ്യങ്ങളായ ആവോലി, രോഹു ഒക്കെയാണ് ഉള്ളത്. ഇത് നമ്മുടെ മീനൂട്ടിനായിട്ട് ഇട്ട് വളർത്തിയേക്കുന്ന മീനാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പിടിക്കാറുണ്ട്. അപ്പോൾ ആ ചേച്ചി ആ ഗൈഡ് നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നേ ഇവിടുത്തെ എന്തൊക്കെ മത്സ്യങ്ങളാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഒരുപാട് മത്സ്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു എഫക്റ്റാണ്. ഈ വീഡിയോയിലൂടെ എത്ര ക്ലിയറായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നറിയില്ല. ഒരുപാട് വലിയ മത്സ്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇവിടെ എന്തോ അവരുടെ ഒരു മീനൂട്ടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫിഷിൻ്റെ തീറ്റയൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് തന്നെ മേടിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മൾ ആ പാലത്തിലവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ആക്ച്വലി ആ പാലത്തിൽ നല്ല ഫ്രഷ് മീനൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ഫുഡായിട്ടൊക്കെ കിട്ടും. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ റിസോർട്ടുകൾ പോലെ ഇങ്ങനെ അവർ നമുക്കിവിടെ വൺ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഒക്കെ ചെയ്യാം. പിന്നെ ആ ചേച്ചി പറഞ്ഞത് ഈ നിലത്തിട്ടിരിക്കുന്ന ഈ പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന നമ്മൾ ഈ 1 രൂപ കോയിൻ നിർമ്മിക്കുന്നതിൻ്റെ ബാക്കി വരുന്ന ഷീറ്റില്ലേ, അത് വെച്ചിട്ടാണ് ഈ പാലമൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഈ കാണുന്ന ചെറിയ ചെറിയ ക്വാർട്ടേഴ്സിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. അതിനൊരു ഫീസൊക്കെ ഉണ്ട് അവർക്ക്. വൺ ഡേ നമുക്ക് അവിടെ കിടക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഈ മീനൂട്ട് എന്ന് പറഞ്ഞൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ ഫിഷിന് ഇങ്ങനെ തീറ്റ മേടിച്ച് കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊരു അടിപൊളിയായിട്ടാണ് അവരത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇതാണ് പറഞ്ഞ 1 രൂപ കോയിൻ്റെ ബാലൻസ് ഷീറ്റ് കൊണ്ടാണ് ഇവർ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈഡ് നമ്മളെ ഇനി അടുത്തത് കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ട ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫിഷ് ഫീഡിന് വേണ്ടി 20 രൂപ ഇങ്ങനെ പാക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിച്ച് അത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ചെറിയ ചില മരങ്ങളെക്കുറിച്ച് ആ ഗൈഡ് നമുക്ക് അമ്മച്ചിപ്ലാവിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടോ? മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധത്തിനിടയിൽ ജീവരക്ഷാർത്ഥം ഒളിച്ചിരുന്നത് അമ്മച്ചിപ്ലാവിൻ്റെ പൊത്തിലാണ് കേട്ടോ. അമ്മച്ചിപ്ലാവ് ശരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. ഇവിടെ സ്മരണാർത്ഥം ഇത് തീമായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്തൊരു 21 വെറൈറ്റി പ്ലാവൊക്കെയാണുള്ളത്. ഇതേട്ടാ കോഴിച്ചെടി എന്നൊക്കെ പറയും. കോഴിയൊക്കെ വേനൽക്കാലത്ത് അടയിരിക്കുമ്പോൾ കോഴിയുടെ ദേഹത്ത് കോഴിപ്പേനൊക്കെ വരും. അത് മാറാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇല എടുത്തരച്ച് വെള്ളത്തിൽ കിളർത്തുക, അല്ലെങ്കിൽ കോഴിയുടെ ദേഹത്തൊന്ന് തട്ടിക്കൊടുത്താലും മതി, അതൊക്കെ മാറും. ഇതാണ്ട് കോഴിച്ചെടി അല്ലെങ്കിൽ കോഴിയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ല. നമ്മൾ പട്ടുനൂൽ വ്യവസായത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ഇതിൻ്റെ തളിരില തോരനൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിൽ തന്നെ മരമാണ് കേട്ടോ. സോപ്പിൻ കായ മരം എന്ന് പറയും. നമ്മൾ പണ്ട് കാലത്തൊക്കെ സോപ്പിന് പകരമായിട്ട് ഇതിൻ്റെ കായ കേട്ടോ അലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പതയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് എടുക്കുന്ന സ്വർണ്ണപ്പണിക്കാരാണ് കേട്ടോ. അവർ സ്വർണ്ണാഭരണങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ വിദേശ വനിതകളൊക്കെ അവരെ മുടി മിനുക്കാനായിട്ട് ഇപ്പോഴും ഇതിൻ്റെ കായ കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സോപ്പിൻ കായ മരം.
ഇതിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് കേട്ടോ. നേപ്പാളിൻ്റെ ദേശീയ വൃക്ഷമാണ് കേട്ടോ കാട്ടുപോകലൊക്കെ. ഇത് 0°C വളരുന്ന ഒരു സസ്യമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ആ ചേച്ചി ഇവിടുത്തെ പല സസ്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. പാർക്ക് നിരവധി തീമുകളാണ് ഉള്ളത് കേട്ടോ. സസ്യവും സാഹിത്യവും സസ്യവും വിഷവും ആയുർവേദ യോഗങ്ങൾ. അത് സസ്യവും സാഹിത്യത്തിലും പെടുന്ന കേട്ടോ ശിംശിവ വിഷ്ണു സീതാദേവിയും കൃഷ്ണനും കടമ്പ് നീർമാതളവും മാധവിക്കുട്ടിയും. ഈ ശിംശിവ വിഷ്ണു രാമായണം എന്ന ഇതിഹാസത്തിൽ സീതാദേവിയെ രാവണൻ അപകരിച്ചു കൊണ്ടുപോയപ്പോൾ സീതാദേവി അശോകവനികയിലെ ശിംശിവ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് രാമനൊക്കെ ദുഃഖിച്ചിരുന്നത്. ഇത് നിൽക്കുന്ന ഈ വൃക്ഷം കേട്ടോ ശിംശിവ വൃക്ഷം കേട്ടോ. ജ്വല്ലറി മേക്കിനൊക്കെ വേണ്ടി എടുക്കുന്ന രുദ്രാക്ഷമാണ്. ഒറിജിനൽ രുദ്രാക്ഷ അല്ല കേട്ടോ, ചെറിയ കായാണ്. ആ ഇല കണ്ടോ, അതുകൊണ്ട് രുദ്രാക്ഷമാർ. ഇതാണ് കേട്ടോ മരം, ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ചുരക്കള്ളി എന്നൊക്കെ പറയുക. കടുത്ത വേനൽക്കാലത്ത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചുവന്ന ദ്രാവകം പുറത്തേക്ക് വരും. അത് നമ്മൾ മുറിവ് മുട്ടുവേദനയ്ക്കൊക്കെ ആയുർവേദമായിട്ടൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. കേട്ടോ നീർമാതളാണിത്. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ്. നീർമാതളം 2 വർഷത്തിലൊരിക്കലാണ് നീർമാതളം പൂക്കുന്നത്. ഇതിൻ്റെ ഓരോ തണ്ടിലും 3 ഇലകൾ വീതമാണുള്ളത്. ഈ പൂവിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ഇളം വെള്ള കലർന്ന ഒരു മഞ്ഞ നിറമാണ് പൂവിൻ്റെ നിറം. നമുക്ക് നീർമാതളം എന്നറിയപ്പെടുന്ന കാളിദാസ കൃതികൾ സ്ത്രീകളുടെ അതരത്തോട് വർണ്ണിച്ചിരിക്കുന്നത് ഈ മരത്തിൻ്റെ കായോടാണ്. ഇതാണ് കേട്ടോ പവിഴത്തൊണ്ടി അല്ലെങ്കിൽ ഞാറത്തൊണ്ടി എന്നൊക്കെ പറയുന്നത്. നമ്മൾ പാമോയിലൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത് എന്നൊക്കെ പറയും. 2015 കേട്ടോ ചൈനയിലുള്ള യൂത്ത് എന്നൊരു വനിത കർപ്പൂര തുളസി എന്നാണ് കേട്ടോ മലമ്പരിക്കുള്ള വാക്സിനൊക്കെ കണ്ടുപിടിച്ചത്. ആ വർഷത്തിൽ നോബൽ പ്രൈസ് ആ വനിതയ്ക്കാണ് ലഭിച്ചത്. ഇതാണ് കർപ്പൂര തുളസി. ചുമന്ന ഉതളാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മരമാണ് കേട്ടോ കടുവാപ്പിടുക്ക എന്നൊക്കെ പറയും. ആദിവാസികളൊക്കെ അവരുടെ ഊരിന് ചുറ്റും ഒരു ബൗണ്ടറി പോലെയൊക്കെ വച്ചു പിടിപ്പിക്കുന്ന മരമാണിത് കേട്ടോ. ഇതിനടുത്തേക്ക് വന്യജീവികളൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗന്ധമുണ്ട്. അത് മനുഷ്യർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല, അനിമൽസിനാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കേട്ടോ കടുവാപ്പിടുക്കയാണ്. ഈ മരത്തിന് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പൂവാണുള്ളത്. ആ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അടുത്ത് കാണുന്ന ചെറിയ പ്രാണികളെയും കൊതുകിനെയൊക്കെ പൂവിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആകർഷിച്ചെടുത്തിട്ട് ഈ പൂവിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞെരിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വഴിയോരങ്ങളിൽ ഇത് താമസമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞൊട്ടാന്നൊക്കെ പറയാം. പണ്ട് മൂത്താശ്ശേരിമാർ കട്ടില ജനലൊക്കെ വെക്കുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇലയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഉച്ചനും ചെവിലൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ പല്ലിനൊക്കെ അനക്കായിട്ട് ഇതിൻ്റെ തണ്ടായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രഷിന് പകരമായിട്ടൊക്കെ ഇതിൻ്റെ തണ്ട് ചതച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ അമ്മിമൂലി എന്താ ഈ ഇരട്ട ത്രിഫല എന്നൊക്കെ പറയും. ത്രിഫല കൂട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ത്രിഫല കൂട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നീ 3 മരങ്ങളുടെ കായുടെ തോടാണ് എടുക്കുന്നത് കേട്ടോ. ത്രിഫല ചൂർണം നമ്മൾ ചുമ ജലത്തിനൊക്കെ വേണ്ടി എടുക്കുന്നതാണ് ആയുർവേദമായിട്ട്. ഈ 3 മരങ്ങൾ ഒരുമിച്ച് ഒരു തീമായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് ത്രിഫല. ഇത് താനി, അത് കടുക്ക, ഇത് നെല്ലിയാണ് നിർത്തുന്നത് കേട്ടോ. ആയുർവേദത്തിൽ പേപ്പട്ടി വിഷു പതുക്കിയൊക്കെ എടുക്കുന്ന സസ്യമാണിത്. ഇതിൻ്റെ വടക്കോട്ടുള്ള വേരാണ് എടുക്കുന്നത്. വടക്കോട്ടുള്ള വേരിനാണ് സൂര്യപ്രകാശത്തിനൊക്കെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ളത്. അതിനാണ് ഔഷധഗുണവും കൂടുതലുള്ളത്. ഇതാണ് കേട്ടോ കരിമരുന്ന് എന്നൊക്കെ പറയും. ആദിവാസികളൊക്കെ അല്ലെങ്കിൽ ഉൾക്കാടുകളിലൊക്കെ പോകുമ്പോൾ ജലത്തിന് വേണ്ടിയിട്ടൊക്കെ ആശ്രയിക്കുന്ന മരമാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഴൽ പോലെയുണ്ട്. നമുക്ക് വെള്ളത്തിനൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ മരത്തിന് ഒരു V ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുടിക്കാവുന്ന വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ പൂളും മണ്ണും വെച്ച് അടയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മരം പഴയതുപോലെ തന്നെയാവും. പിന്നെ മരത്തിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ കരിമരുന്ന് കേട്ടോ. കിട്ടുന്ന മീനെ വീട്ടിൽ കൊണ്ടുപോകാൻ 5 മണി വരെയാണ് സമയം. ഇതാണ് ബുദ്ധ ബാമ്പു എന്ന് പറയും. ബുദ്ധന്റെ മുടിക്കെട്ട് പോലെ കേട്ടോ ഈ ബാമ്പു വളരുന്നത്. ഈ കാണുന്ന ഒരു പേപ്പൂളാണ്. പെർ ഹെഡ് 100 വരുന്നത്. 1 മണിക്കൂർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ പൂൾ ഒരു മാംഗോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൂളിന് ഇട്ടിരിക്കുന്ന പേര് മാംഗോ പൂൾ എന്നാണ്. നമ്മുടെ കോമൺ ആയിട്ടുള്ള പൂള് ഫ്രണ്ടിലാണ്. ഇത് ഇതിൻ്റെ സമയം വരുന്നത് 11 തൊട്ട് 4:45 വരെയാണ്. ഇതിൻ്റെ ആഴം വരുന്നത് 4 അടി തൊട്ട് 7 അടി വരെ പൂളിൻ്റെ ആഴം വരുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് മാംഗോ കോട്ടേജ് എന്നാണ്. നമുക്കിവിടെ 22 കോട്ടേജുകളാണ് നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ളത്. ബാക്കി കോട്ടേജൊക്കെ പോകുന്ന വഴിക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇത് പ്രീമിയം കാറ്റഗറി വരുന്ന കോട്ടേജാണ്. നമുക്ക് ഈ കോട്ടേജിൻ്റെ അകത്തിരുന്നുള്ള എല്ലാം മീൻ വീട്ടിൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. കോട്ടേജ് വർക്കിംഗ് ആണ്. എല്ലാ കോട്ടേജിൻ്റെയും റെന്റ് കാര്യങ്ങളെല്ലാം ഫ്രണ്ട് ഓഫീസിൽ അവരാണ് പറയുന്നത്. ഡയറക്ടർ സാൻഡ് അല്ലെങ്കിൽ സംവിധായകൻ്റെ കൈ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഓണറുടെ കൈയുടെ മോഡലൊക്കെ ആയിട്ടാണ് ചെറുപ്പത്തെ കരുതുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും സാറിൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണ് എന്നുള്ള തീമായിട്ടൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ മരത്തിൻ്റെ പേര് കാട്ടത്തി എന്നാണ്. അതിന് കാ കഴിക്കാൻ പറ്റുന്നുണ്ട്.
ഇത് കുന്തിരിക്കമാണ് കേട്ടോ, കറുത്ത കുന്തിരിക്കമാണ്. ഇതിൻ്റെ കറയാണ് കേട്ടോ നമ്മൾ കുന്തിരിക്കമായിട്ടൊക്കെ ഉണക്കിയെടുക്കുന്നത്. നമുക്ക് 3 ടൈപ്പിലുള്ള കുന്തിരിക്കമാണ് ഉള്ളത്, കറുപ്പ്, ചുവപ്പ്, വെള്ള. ബാക്കി മരങ്ങളൊക്കെ പോകുന്ന വഴി കാണാവുന്നതാണ്. ഇതിൻ്റെ കറ നമുക്ക് ടാപ്പ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. മരമാണ്, അത്തറൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മരമാണ് കേട്ടോ ഇത്. ഒരു 15-20 വർഷമാകുമ്പോഴാണ് ഈ തടി പാകമാകുന്നത്. ഈ തടിയിൽ വണ്ട് വന്ന് പരാഗണം ചെയ്യും. ഇപ്പോൾ വണ്ട് വന്ന് പരാഗണം ചെയ്യുന്നില്ല, നമ്മൾ ഫംഗസിനെ കറുത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഭാഗം കറുത്ത നിറമാകും. ആ കറുത്ത നിറമായ ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്താണ് അത്തർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് ഓടുന്നത്. അത് കറയായിട്ട് നമ്മൾ കായമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. കായം ചെടിയായിട്ടും കുറ്റിച്ചെടിയായിട്ടും കായം 2 ടൈപ്പിൽ വളരുന്നുണ്ട്. ഇതിൽ 10 കോട്ടേജ് ഉണ്ട്, 2 ബിൽഡിങ്ങിലായിട്ട്. 10 ഫാമിലിക്ക് താമസിക്കാം. ഇതിനകത്ത് തന്നെ സൈഡിലായിട്ട് ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് 10 കോട്ടേജുകാർക്ക് മാത്രമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇത് ഡീലക്സ് കാറ്റഗറി വരുന്ന കോട്ടേജാണ്. കോട്ടേജ് വർക്കിംഗ് ആണ്. നാൽപ്പാമര വഞ്ചി എന്ന് പറയും. നാൽപ്പാമര കൂട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നാൽപ്പാമര കൂട്ട് അല്ലെങ്കിൽ നാൽപ്പാമര സോപ്പ്, എണ്ണയൊക്കെ ഉണ്ടാക്കുന്നതിന് അത്തി, ഇത്തി, അരയാൻ, പേരാൻ എന്നീ പാല് ചുരുത്തുന്ന 4 മരങ്ങൾ തൊഴിലെടുക്കുന്നത്. ഈ 4 മരങ്ങളും ഇതുപോലെ ഒരു വഞ്ചി കെട്ടി വഞ്ചിക്കുള്ളിൽ നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് നാൽപ്പാമര വഞ്ചി. അവിടുത്തെ ഗൈഡ് നമുക്കിതെല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മുളകളാണ് 4 ടൈപ്പിലുള്ള മുളകളൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇത് മഞ്ഞ മുള, ഇത് കറുത്ത മുള, ഇത് ഓടമുള, ലാത്തി നിട്ട് നട്ട ലാത്തി മുളയെ. ഈ കാണുന്നത് നമ്മുടെ വാലന്റൈൻസ് ഗാർഡൻ ആണ് കേട്ടോ. പകുതി മനുഷ്യനും പകുതി പ്രകൃതിയാണ് കേട്ടോ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമൊക്കെ സൂചിപ്പിക്കുന്ന സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. താഴെ കാണുന്ന കുറിച്ച് ഭാവി തലമുറയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്ചുവിന് ഇട്ടിരിക്കുന്ന പേര് ലവ് ട്രീ എന്നാണ് കേട്ടോ. ഈ മരമാണ് ഇരുമ്പക അല്ലെങ്കിൽ തമ്പകം എന്നൊക്കെ പറയും. ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള തടിയാണ് കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ പായ്ക്കപ്പൽ നിർമ്മാണത്തിന്, റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ തടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇരുമ്പക അല്ലെങ്കിൽ തമ്പകം എന്നൊക്കെ പറയുന്നത്. വരുന്നതാണ് പെർ ഹെഡ് 100 വരുന്നത്. 25 മിനിറ്റ് ആണ് ഇതിന്റെ റൈഡ് വരുന്നത്. റോഡിന്റെ 2 സൈഡിലേക്ക് ബോട്ട് പോകുന്നത്. 4:45 വരെയാണ് സമയം. 4:45 വരെ സ്റ്റാഫ് ഉണ്ടാകും കേട്ടോ. ഇതിലേക്ക് വരാമോ? വാഴക്കുലയാണ്, ചങ്ങമ്പുഴ വാഴക്കുല പോയി നമ്മൾ തീമായിട്ട് ചെയ്തേക്കുന്നതാണ്. എന്നൊക്കെ പറയും. ആദിവാസികളൊക്കെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ ഇല കേട്ടോ ഒരു മെത്തയായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഇലയ്ക്ക് ഒരു 6 അടി വരെയൊക്കെ നീളം വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പൂവും കായൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിന്റെ തടി എന്ന് പറയാൻ നമ്മൾ തക്കാളിക്കൊറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. ഇതാണല്ലോ കടിക്കുമ്പോൾ ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു വരും. അതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് കേട്ടോ മരമുടി. അതിൽ തന്നെ മരം കാണിക്കുമ്പോൾ കാണാം. നാനാഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 5 കലക്കി മീൻ പിടിക്കാൻ. ഇതിന്റെ കായാണ്. ഇതിന്റെ കായ എടുത്ത് നമ്മൾ ജലാശയത്തിൽ കിടക്കുമ്പോൾ അത്രയും ഭാഗത്ത് ഓക്സിജന്റെ അളവാണ് കേട്ടോ കുറയുന്നത്. ഓക്സിജന്റെ അളവ് കുറയുമ്പോഴത്തേനും മീനിന്റെ കണ്ണ് പൊട്ടും, അല്ലെങ്കിൽ മീൻ മയങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് മീൻ മുകളിലേക്ക് പൊങ്ങി വരും. അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നല്ലത്. ഒരാൾക്ക് ഇതിന് 3 ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുടിക്കാവുള്ളൂ. കാരണം സൈഡ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ക്യാൻസർ ഒന്നും കുറയുന്നൊന്നുമില്ല. സയന്റിഫിക്കലി തെളിയിച്ചിട്ടൊന്നുമില്ല. കറയായിട്ട് നമ്മൾ കർപ്പൂരയൊക്കെ എടുക്കുന്നത്. ഇത് വലിയ മരമായിട്ടൊക്കെ വളരുന്നതാണ് കേട്ടോ. വളരുന്നത് പേരികളൊക്കെ പെട്ടെന്നുള്ള ആക്രമണമൊക്കെ വരുന്ന സമയത്ത് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനൊക്കെ ആയിട്ട് ഇതിന്റെ ഇലകളും കമ്പുകളൊക്കെ ഉപയോഗിച്ച് മാളങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ അതൊക്കെ ഇതിന്റെ കാ നമ്മൾ പശയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചാവറയത്തിന്റെ പുസ്തകം വട്ടപ്പശയോടൊപ്പം ഈ മരത്തിന്റെ കായയുടെ പശ കൂടി ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതാണ് പശുക്കള്. അത് സർവ്വസുഗന്ധിയാണ് കേട്ടോ. ഇറച്ചിയിലൊക്കെ ഇടുന്നതാണ്. ഓൾ സ്പൈസസ് ആണ്. ഇത് രമ്പയില അല്ലെങ്കിൽ ബിരിയാണി ഇല എന്ന് പറയും. ബിരിയാണിയിൽ ഇടുന്ന ഇല, ബിരിയാണിയിൽ ഇടുമ്പോഴാണ് ഇലക്ക് വരുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളും 28 വൃക്ഷങ്ങൾ ഇവിടെ പരിചയപ്പെടാനായിട്ടുള്ളത്. പിന്നെ ഫ്ലൂട്ട് വായിക്കുന്ന ചേട്ടനോട് ചേട്ടൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയതാണ്. ചേട്ടനോട് 5 മണി വരെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ നാളറിയാമെങ്കിൽ 4 മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നാളുകാർക്ക് ഓരോ മരങ്ങളും അവരെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പറയാം പഴുതാരയൊക്കെ കുത്തി കഴിഞ്ഞാൽ നീരും വിഷമൊക്കെ പോകാനായിട്ട് ഇതിൻ്റെ ഇലയാണ് അരച്ചിടുന്നത്. അല്ലെങ്കിൽ പഴുതാര കൊല്ലിന്ന് പറയാം. ഇരിക്കാൻ നല്ലതാണ്. ബോൺസെറ്റർ ആണ്. വേദനയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇത് നീല അമരിയാണ് കഴിക്കുന്നത്. ഈ സസ്യമാണ് കേശവർദ്ധിനി എന്നൊക്കെ പറയും. നമ്മൾ മുടിയൊക്കെ വളരാനുള്ള എണ്ണയിലൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ വേരൊഴികെ ബാക്കി എല്ലാ ഭാഗവും അരച്ച് നീരെടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മരങ്ങളുടെയും ചെടികളുടെയും ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടവർക്ക് അത് വായിച്ച് നോക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഇലയിട്ട് പ്രമേഹ രോഗികൾക്കാണ് ചായ കൊണ്ടായി കുടിക്കാൻ നല്ലതാണ്. അവരുടെ ഫാറ്റ് കുറയും. അല്ലെങ്കിൽ സ്റ്റീവിയ എന്ന് പറയും കേട്ടോ. പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇത് പുകയിലാണ്. അല്ലെങ്കിൽ പ്രഷർ ചീര, സമാധാന ചീര എന്നൊക്കെ പറയും. BP ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇലയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാം.
അല്ലെങ്കിൽ ഇതിൻ്റെ ഇല തോരനൊക്കെ വെച്ച് കഴിച്ചാലും മതി. ബി പി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ദേഷ്യമൊക്കെ ഉള്ളവർക്കാണ് ദേഷ്യമൊക്കെ കുറയുന്നതാണ് പറയുന്നത്. കയറൊക്കെ ഉണ്ടാക്കുന്നത് കാണാവുന്നതാണ് കേട്ടോ. കയറുണ്ടാക്കുന്ന കാണുന്നുണ്ടോ എല്ലാവരും? അപ്പോൾ നമ്മളിങ്ങനെ കയറ് ഇങ്ങനെ നമുക്ക് കയറുണ്ടാക്കി എടുക്കാമെന്നുള്ള രീതിയിൽ ചേച്ചി കാണിച്ചു തരുന്നുണ്ട്. ഈ തേങ്ങയുടെയൊക്കെ തൊണ്ട് തല്ലിയെടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ കയറുണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അവരിങ്ങനെ നമ്മളെ ഫുള്ളൊരു കയറായിട്ട് ഫോം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡിൽ അങ്ങ് ഓടിച്ചു പോവുകയാണ്. അത് ഏകദേശം ലാസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ആ കാണിക്കുന്ന കയറ് ഏകദേശം താഴെ കിടക്കുന്നില്ലേ, അതുപോലുള്ളൊരു സ്ട്രക്ചറിൽ അവർ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയറിൻ്റെ ഏറ്റവും ഫൈനൽ ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. അവരിപ്പം നിർമ്മിച്ചെടുത്ത കയറാണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ അവർ ഒരുപാട് കയർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ വരുന്നവർക്ക് ഒരു ചെറിയൊരു ഡെമോ പോലെ അവർ കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 കയർ യോജിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ബലമുള്ള ഒരു കയർ കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. രൂപ എൻട്രൻസ് ഫീസോടെ ഇവിടെ ഇങ്ങനെ പോട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ പോട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മളത് ജസ്റ്റ് ഒരു ഡെമോ പോലെ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ എൻഡിൽ കാണിക്കാവേ. ഇതുപോലെ ഇങ്ങനെ കുറേ ഫാമുണ്ട് ഇവിടെ. ഇങ്ങനെ കോഴിയും അതുപോലെ ഇങ്ങനെ ജീവികളൊക്കെ വളർത്തുന്ന ഒരുപാട് കാടയും കരിങ്കോഴിയും അതുപോലെ അതിനെക്കുറിച്ചെല്ലാം ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 1 hour മാത്രമാണ് ഈ എക്സ്പ്ലനേഷന് നമ്മളെ ഫുൾ ആ ഫാം കാണിക്കുകയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് പോകാവുന്നതാണ്. താറാവ്, പേത്ത അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എമു എന്ന് പറഞ്ഞ പക്ഷിയുടെ വലിയ മുട്ട നമ്മളെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവരുടെ ഒരു ഫാമാണിത്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഓരോന്ന് അതിനെക്കുറിച്ച് ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ കുറച്ച് പഴയ ആൾക്കാരും അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ ഈ സസ്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ജീവികളെക്കുറിച്ചും ഒക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്കാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എമു പക്ഷി എന്ന് പറഞ്ഞ പക്ഷിയും അതിൻ്റെ മുട്ടയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഇവർ സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മുട്ട എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് ആ സമയത്ത് നമുക്ക് സെയിൽ ചെയ്യുന്നതായിട്ട് ഉണ്ട്. ഇതാണ് ആ പക്ഷിയുടെ മുട്ട അവർ നമ്മളെ കാണിച്ചത്. അങ്ങനെ ഇതുപോലെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഇങ്ങനെ വിവിധ ഇനത്തിലുള്ള പശുക്കൾ, ഈ പശുക്കളൊക്കെ പാലൊക്കെ അവർ ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ജേഴ്സി പശു, അങ്ങനെ പലതരത്തിലുള്ള പശുക്കൾ, ആട്, അങ്ങനെയുള്ള കുറേ ഒരു ഫാം പോലെ ഒരു സൈഡ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫുള്ള് നമുക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്ത് നമുക്കിവിടെ ഫുള്ള് കണ്ടു തീർക്കാവുന്നതാണ്. അതിലൊരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതിനകത്തൊരു വെള്ള സത്തുണ്ട്. അത് വിദേശ രാജ്യങ്ങളിലെ വാറ്റാനായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് തിരുവട്ടക്കായ. വീണ്ടും ആ ചേച്ചി അവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ബൈബിളിൻ്റെ സ്ട്രക്ചർ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു ബൈബിള്, ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബൈബിളിൻ്റെ ഒരു ഡെമോ പോലെ അവർ ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒറിജിനൽ ബൈബിൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് ഇവിടെ വായിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാം. ബൈബിളിൻ്റെ ഏകദേശം ഒരു ഏദൻ തോട്ടത്തിൻ്റെ ഒരു മോഡൽ പോലെ ഒരു സെറ്റ് ഇവിടെ ഒരു ഏരിയ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങോട്ട് കയറുമ്പം അവിടെയും കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ വെക്കുകയും പിന്നെ ഇവിടെ ATM സൗകര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ബൈബിൾ സ്റ്റാച്യു എന്നാണ് ശരിക്കും ഇത്. ചേരി ചാളിയ താന്നിയോ ഉണങ്ങണമെന്ന് കേട്ടിട്ടുണ്ടോ? ചേരിൻ്റെ അടുത്ത് വരുമ്പോൾ ചില നാളുകാർക്ക് അലർജിയൊക്കെ വരും. അത് മാറാനായിട്ട് നമ്മൾ താന്നി മരത്തിന് 3 പ്രാവശ്യം മരം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതാണ് കേട്ടോ ചേരിമരം, ഇതാണ് കേട്ടോ താന്നിയ. ഇത് 8 സുഗന്ധങ്ങൾ എന്ന് പറയും. നമ്മൾ ഹോമത്തിന് എടുക്കുന്ന 8 സസ്യങ്ങൾ ഒരു 8 ഷേപ്പിൽ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് 8 സുഗന്ധം. ആ നിർത്തുന്നത് വെള്ളച്ചന്ദനാണ് കേട്ടോ.
പിന്നെ ഒരു ചെറിയൊരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മത്സ്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ശരിക്കും നല്ല വലിയ രീതിയിലാണ് കേട്ടോ, വളരെ നീറ്റായിട്ട് വളരെ ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നമ്മളിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഭംഗിയായിട്ട് ഇതവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ കൂടെയുള്ള ഗൈഡും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് ഗൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സ്പോട്ട് അവിടെ നമുക്ക് വന്നിരിക്കുകയും സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അവർ ഫസ്റ്റ് ഒരു 1 hour മാത്രമേ നമ്മുടെ കൂടെ നടന്ന് ഇതൊക്കെ പരിചയപ്പെടുത്തത്തുള്ളേ. അവരുടെ കൂടെ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് കാണാൻ വേണ്ടി ഇവിടെ പോവുകയാണ്. ചെറിയവർക്കും മുതിർന്നവർക്കും ഒക്കെ കയറാൻ പറ്റുന്ന പാർക്കാണ്. ഇൻഡോർ ഗെയിംസും അവിടെ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ നമ്മളെ കാണിച്ചത് ചെറിയൊരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഫി ഷോപ്പ് അങ്ങനെയുള്ള ചെറിയൊരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അവർ. ചക്രമൊക്കെ ചവിട്ടാവുന്നതാണ്. ചെരുപ്പ് ഇട്ട് വേണം ചക്രം ചവിട്ടാം. കുഞ്ഞു പിള്ളേരുടെ പാർക്കാണ് കേട്ടോ. ഒരുപാട് ഇൻഡോർ ഗെയിംസുകളും അവിടെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളെ. ഇനി ഈ ഗൈഡിൻ്റെ പുറകെ നമ്മൾ നടക്കുന്നതൊക്കെ മാറ്റിയിട്ട് വേണം ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് നടന്ന് തന്നെ ആസ്വദിക്കാനായിട്ട്. ഇവിടെ ഒരു മുസ്ലിം പള്ളി അവരൊരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഒരു മുസ്ലിം പള്ളി. അതുപോലെ തന്നെ ഇവിടെ കുറേ മരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മരങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പൂളാണ് കേട്ടോ. ഇവിടെ എന്തൊരു എൻട്രൻസ് ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ മെയിൻ പൂളിൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഇല്ല. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിലെ ഫുഡ് മാത്രം നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മൾ മേടിച്ചിരുന്നത് ഗീ റൈസും ചിക്കൻ കറി, ബീഫ് കറി ഉണ്ടായിരുന്നു. അതുപോലെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. ഫുഡ് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ ശരിക്കും. പിന്നെ നമ്മൾ 2-3 പൊറോട്ടയൊക്കെയാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിഷ് ഐറ്റംസ് ഒക്കെ കുറച്ചും കൂടെ നന്നായിരുന്നേനും തോന്നുന്നു. നമ്മൾ ചിക്കനും ബീഫും ഒക്കെയാണ് മേടിച്ചത്. ഗൈഡ് നമ്മളെ ഇനി ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിങ് നമ്മുടെ എൻട്രൻസിൻ്റെ ഫീസിൻ്റെ കൂടെ കയറ്റുന്നതാണ്. 1 hour ബോട്ടിങ് അവർ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് വരാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സെറ്റ് ആൾക്കാർ എല്ലാവരും ഒന്നിച്ചാണ് നമ്മളെ ബോട്ടിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ ഏറ്റവും ഫ്രണ്ട് തന്നെയുള്ളൊരു ഇതിലാണ് നമ്മളിരുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും നമ്മളൊരു മാജിക്കൽ വ്യൂ ആണ്. മൊത്തത്തിൽ ഇത് വളരെ ശാന്തമായിട്ട് ഒന്നിൽ വരുമ്പോഴേ അധികം വെയിലില്ലാത്ത സമയത്ത് തന്നെ ഈ ബോട്ടിങ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അവിടെ നമ്മൾ പാട്ടൊക്കെ അവർ പാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ കയറിയവരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്താണ് ശരിക്കും ഈ ബോട്ടിങ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 1 hour ഉണ്ടായിരുന്നു. നമ്മൾ അടിച്ചുവിട്ട് ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിടുവാണേ. ഓക്കെ, വളരെ മനോഹരമായിരുന്നു. അപ്പം കോട്ടയം സൈഡിലൊക്കെ ഉള്ളവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന ചെറിയൊരു 1 day സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയോട് കൂടിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഫാമിലി ഇപ്പം പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെടികളും സസ്യങ്ങളും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കൊക്കെയാണ് കുറച്ചുകൂടി അത് ഇഷ്ടമാകും. ആദ്യത്തെ ഒരു 1 hour വേണേൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ. ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് അല്ലാതെ തന്നെ ഉണ്ട്. നമുക്കതൊക്കെ ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അവർ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഏകദേശം 1 hour നല്ല കാറ്റാണ് ആക്ച്വലി. ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന നല്ല കാറ്റ് നമ്മളൊക്കെ ഇങ്ങനെ നല്ല ശാന്തമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് നല്ല നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടാണ് ഇത് ആക്ച്വലി അവർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ആക്ച്വലി.
പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ 2 സൈഡിൽ കൂടി ഇങ്ങനെ തെങ്ങൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 അവർ നല്ല സുഖമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല പാട്ടൊക്കെ പാടി നമ്മൾ നല്ല എൻജോയ് ചെയ്താണ് ശരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്പോട്ട് പരിചയപ്പെടുത്താം. ഇവിടെ നമുക്ക് ചൂണ്ടയൊക്കെ അവർ ഓൾറെഡി നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുമേ. അങ്ങനെ നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. എനിക്കൊന്നും ചൂണ്ടയിൽ മീനൊന്നും കിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ചൂണ്ടയിടാൻ പറ്റുള്ളൂ. അല്ലാതെ മെയിനായിട്ട് ഒരു നമ്മൾ മീനൂട്ടി പാലമൊക്കെ കണ്ട് അവിടെ നമുക്ക് ചൂണ്ടയിടാൻ പറ്റില്ല. ഇവരൊരു സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ മാത്രമേ നമുക്ക് ചൂണ്ടയിടാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നു. പക്ഷേ ചൂണ്ടയിൽ നമ്മൾ ഒന്നും കൊത്തത്തില്ല. ചെറിയ ചൂണ്ടയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ തണലായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സമയം പോക്കിനൊക്കെ ഇത് ഇവിടെ സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ സമയമൊക്കെ നിന്നു, കുറച്ച് ചൂണ്ടയൊക്കെ ഇട്ടു. ഇനി അടുത്ത ആക്ടിവിറ്റി നമ്മൾ ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ഇതിങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇവിടെ നിൽക്കുകയും കുറേ നേരം മീനെ പിടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ മീനുകളൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ ചൂണ്ടയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഈ ചൂണ്ടയിലിടാനുള്ള ഫുഡൊക്കെ ഇവർ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കുറേ സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പെഡൽ ബോട്ടാണ് സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് തന്നെ ചവിട്ടി 4 പേരുടെ ഒരു ഇതാണ് നമ്മൾ എടുത്തിരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവർ ചവിട്ടണം. അങ്ങനെ നമ്മൾ കുറേ സമയം വെള്ളത്തിൽ, ആ പാലത്തിൻ്റെ അടുത്തുള്ള വെള്ളത്തിലൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട്. നമുക്ക് കൈ വെച്ച് പിടിക്കാവുന്ന രീതിയിൽ മീനുണ്ട്. പക്ഷേ എന്തോ നമുക്ക് എടുത്തില്ല. അങ്ങനെ നമ്മൾ കുറേ സമയം നമ്മൾ ആ വെള്ളത്തിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. പെഡൽ ബോട്ടായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊക്കെ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഒരുപാട് ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഉണ്ട്. ഈ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് മീൻ പിടിക്കാനും മീൻ കൂട്ടാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടേഴ്സൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു അടിപൊളി നല്ല അതിൻ്റെ ഓരോ മുക്കും മൂലയും വളരെ ഫിനിഷ് ചെയ്ത് നല്ല സ്പെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും നല്ല നീറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് തന്നെ ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മൾ മീനൊക്കെയുള്ള ആ പാലത്തിൻ്റെ താഴെ കൂടിയാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ റേറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ മെയിൻ ആ റിസപ്ഷൻ ഏരിയയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമേ. ഇതാണ് നമ്മൾ മണ്ടയിൽ നിന്ന് കണ്ട പാലാണ്. മണ്ടയിൽ നിന്ന് താഴോട്ട് ഇഷ്ടം പോലെ മീനെ കാണുമായിരുന്നു. പക്ഷെ ഇവിടുന്ന് നമ്മൾ എനിക്കൊന്ന് ഒരു ഏരിയയിൽ ഇങ്ങനെ തിരിച്ചിട്ടേക്കുവാണോ എന്നും ചെറിയ ഡൗട്ടുണ്ട്. കാരണം റെസ്റ്റോറൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മീൻ അവർ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സമയം ഈ പെഡൽ ബോട്ട് എടുത്തിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി അടുത്ത ഒരു ക്ലിപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യാവേ. ഇതായിരുന്നു കേട്ടോ നമ്മൾ കയറിയ പെഡൽ ബോട്ട്. ഇതിൻ്റെ 4 പേർക്ക് ഇരിക്കാം. ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ പോയത് കൊട്ടവഞ്ചി കാണാനാണ്. കൊട്ടവഞ്ചി നമ്മൾ 4 പേര് ഒരുമിച്ചാണ് പോയിരുന്നത്. അപ്പോൾ കൊട്ടവഞ്ചി നമുക്കിങ്ങനെ എടുത്ത് അത് കുറച്ച് തുഴയാനൊക്കെ കുറച്ച് പാട് വിട്ടു കേട്ടോ. ഒരുപാട് എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കൊട്ടവഞ്ചിയിൽ കയറിയിട്ടുള്ള ഇതായിരുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടത് ആ സ്ഥലത്ത് തന്നെ എത്തിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ തന്നെ തുഴഞ്ഞെടുക്കുന്നുണ്ട്. ഒരാൾ ഓപ്പോസിറ്റ് സൈഡിൽ, മറ്റേ ആൾ 2 പേര് സെയിം സൈഡിലേക്ക് തുഴഞ്ഞാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. നമ്മൾ കുറേ നേരം അതിനകത്ത് കിടന്ന് കറങ്ങി. പക്ഷെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് ഏരിയാസൊക്കെ ഇവിടെയുണ്ട്. പിന്നീട് നമ്മൾ കയറിയത് ഇവിടെ പാർക്കായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും നമുക്ക് കയറാൻ പറ്റും. നമ്മളിങ്ങനെ കുറേ കറങ്ങുന്ന സാധനത്തിലും നമുക്ക് ആ സാധനം പേടിയായി കേട്ടോ. ഏറ്റവും മണ്ട വരെ അവരിങ്ങനെ പൊക്കി കറക്കുകയും ഇങ്ങനെ. ചിലതിനൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. മുതിർന്നവർക്ക് കയറാൻ പറ്റുന്ന ഐറ്റംസിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഇവർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇങ്ങനെ ഈ ട്രെയിൻ സർവീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ സസ്യങ്ങളൊക്കെ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഗൈഡ് ഓരോ സ്ഥലത്ത് നിർത്തി നമുക്ക് പറഞ്ഞു തരും. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളിവിടെ പോട്ട് നിർമ്മിച്ചെടുക്കുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് നമുക്ക് മണ്ണ് അവർ നമുക്ക് തരും. അടുത്തത് നമ്മൾ ഏത് ഷേപ്പാണോ ഉണ്ടാക്കാൻ പറയുന്നത് അത് ചേട്ടൻ നമുക്ക് ഉണ്ടാക്കി തരുവേ. അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തൂത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് കറങ്ങി നമുക്കത് കറക്റ്റായിട്ട് അവർ ഷേപ്പ് ഒന്ന് ആക്കിയിട്ട് നമ്മളെ പിടിപ്പിച്ച് തരുവേ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതൊന്ന് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചാണെന്ന് തോന്നുന്നു അതിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ ചേട്ടന് എന്താണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഇത് ടച്ച് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഷേപ്പ് മാറും. അതുകൊണ്ട് തന്നെ പുള്ളി തന്നെയാണ് പകുതി മുക്കാലും ചെയ്തത്. എടുത്തോളാൻ പറയും. നമ്മുടെ പ്രഷർ അത്ര അങ്ങോട്ട് കറക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ
കാണിക്കാം കേട്ടോ. നമ്മൾ 3 ഇവിടെ നിർമ്മിച്ചെടുത്തത്. നമുക്ക് വൈകിട്ടാകുമ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇത് നമുക്ക് തന്നു വിടും കേട്ടോ. നമുക്കത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ ആ ചേട്ടന് ശരിക്കും നമ്മൾ ആവശ്യപ്പെട്ടത് ഒരു കുടുക്ക, ഒരു കുടവും പിന്നെ ഒരു ചായ കുടിക്കുന്ന ടൈപ്പ് ഒരു കപ്പുമാണ്. ഇത് 3 ആ ചേട്ടൻ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. പുള്ളി തന്നെയാണ് ആക്ച്വലി അത് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഇരിക്കുന്നത് മാത്രമുള്ള തോന്നുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് പിടിച്ചാലേ അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഏകദേശം ഒരു ഫിനിഷിങ് ടച്ചിലൊക്കെ എത്തുമ്പം നമുക്ക് ഇതിനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൊള്ളാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതേ നമ്മളങ്ങനെ പിടിക്കുന്നതനുസരിച്ച്. ഇതൊരു കുടമാണ് ആക്ച്വലി പുള്ളി ഉണ്ടാക്കി തരുന്നത്. നമ്മൾ കുറേ കൗണ്ടറൊക്കെ അടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചിരിക്കുന്നതനുസരിച്ച് ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചിരിച്ച് കൗണ്ടറൊക്കെ അടിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത്ര പ്രഷർ അത്രയിൽ കൊടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അപ്പം പുള്ളി തന്നെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ഇവിടെ നമുക്ക് കിട്ടിയതും പുള്ളി ഉണ്ടാക്കി തന്ന ഷേപ്പ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇട്ടേക്കാവേ. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൈ നമ്മൾ പേരൊക്കെ നമുക്ക് എഴുതിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞത് ഇതൊരു കുടമാണ് പുള്ളി ഫസ്റ്റ് ഉണ്ടാക്കി തന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളൊരു കുടുക്കയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കുടുക്കയുടെ മണ്ടയിലിടുന്ന ആ ഹോളിടാൻ പറ്റിയില്ല. പുള്ളി പറയുന്നത് നന്നായിട്ട് ഉറച്ച് കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രം മണ്ടയിൽ ഹോളിടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കൊരു കുടുക്ക പോലൊരു ഇതും നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് നമ്മളവിടെ ഉണ്ടാക്കിയത് ഒരു ചായക്കപ്പ് പോലത്തെ ഒരു ഇതായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് ആക്ച്വലി വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കുടുക്ക ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള പിക്ക് നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ അധികം ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അതിൽ 3 ചാൻസൊക്കെ വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇൻഡോർ ഗെയിംസുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റാനൊക്കെ ഈ പാടത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ടൈപ്പിൽ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെൽപ്പാടം തന്നെയാണ് അവരിവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചത്. ആക്ച്വലി നെല്ലൊക്കെ ചെറുതായിട്ട് വിളഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ കുറേ സമയം ഇരിക്കുകയും അത് ചവിട്ടുകയും അങ്ങനെയുള്ള കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചവിട്ടാനും എടുക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു. ഇവിടെ ഇങ്ങനെ പഴയ ഒരു ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ചായയൊക്കെ കുടിച്ചു. ഏകദേശം ഒരു 4 മണിയായപ്പം. അത് കുറേ പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ ചായയൊക്കെ എടുക്കുന്നതും. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ഈ ബ്രൂ കാപ്പി ഒന്നുമല്ല, പണ്ടത്തെ ടൈപ്പ് കാപ്പിപ്പൊടി ഇട്ട കാപ്പിയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവർ ഹിന്ദു ആചാരപ്രകാരമുള്ളൊരു കാവ് പോലെ ഉള്ളൊരു രീതിയിൽ ഇങ്ങനെ എന്തോ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ വെച്ച് ഒരു കാവിൻ്റെ ഒരു സെറ്റപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കുറേ മരങ്ങൾ. പിന്നെ അതിൻ്റെ നടുക്ക് തന്നെ ഇങ്ങനെ വിളക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ സമയമൊക്കെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു. അതായത് ഇവിടെ ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ബൈബിൾ സ്റ്റാച്യു ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദുസിനുള്ള ഒരു ഇത്, അതായത് മൊത്തത്തിലൊരു മതേതരത്വ രീതിയിലാണ് അവർ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വളരെ ഓരോ മുക്കും മൂലയും വളരെ ഫിനിഷിങ് രീതിയിലാണ് അതിലൂടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർപ്പക്കാവ് എന്നുള്ള രീതിയിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇത് കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് മരങ്ങളും ഒക്കെ അവരുടെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഏകദേശം ഒരു തവണയെങ്കിലും ഒന്ന് കോട്ടയം സൈഡിലുള്ള പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഏരിയ ആണ്. ഇതായിരുന്നൊക്കെ നമുക്ക് ലാസ്റ്റ് അവർ ഫിനിഷ് ചെയ്ത ഒരു ഇതാണ്. ഒരു ചായക്കപ്പ്, ഒരു കുടം, ഒരു കുടുക്കയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കുടുക്ക മാത്രമേ ഇച്ചിരി ഫ്ലോപ്പായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഒത്തിരി ഇത് തന്നെ നമ്മളൊരു 30 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. നമ്മൾ എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് എന്നാസ് യൂട്യൂബ് ചാനൽ.